പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടിയായി നമുക്കുമേൽ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു. തളർന്നിരിക്കുന്ന ജീവിതങ്ങൾ ഒട്ടനവധി. തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചുയർത്താൻ മറ്റൊരു മനുഷ്യനെ സാധിക്കൂ എന്ന തിരിച്ചറിവ് ഉൾക്കൊണ്ട നിമിഷങ്ങൾ. ജാതി മത വർഗ വർണ്ണഭേദമന്യേ നാം ഒറ്റക്കെട്ടായി നിന്ന നിമിഷങ്ങൾ. നമുക്ക് ചർച്ച ചെയ്യാം പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ എന്തെല്ലാം. SQC IPSC സംഘടിപ്പിക്കുന്ന ക്യാമ്പസ് ഫോക്കസിന്റെ 2ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചർച്ചയുടെ ഭാഗമായി നമ്മോടൊപ്പം ഉള്ളത് മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹൈദയും ഹിസാനയുമാണ്. ഇരുവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് അതൊരു അപരിചിതമായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് നടന്ന വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടല്, അതിനു മുൻപ് നമ്മൾ ഒരു ദുരന്തം ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ തിരൂര് നടന്നൊരു ഇൻസിഡന്റ്. തിരൂരിലൊരു ബോട്ട് പറഞ്ഞിട്ടുണ്ടായ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനു മുൻപ് കരിപ്പൂർ വിമാനാപകടം നടന്നിട്ടുണ്ട്, ഒരുപാട് പേര് മരിച്ചൊരു ഇൻസിഡന്റ്. പിന്നെ 2018 പ്രളയം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഒരുപാട് ലെസൺസ് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ദുരന്തങ്ങൾ മറ്റ് സ്റ്റേറ്റ്സിലുള്ള ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് ഇത്രയും വലിയൊരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ പോലും നമ്മളെ എങ്ങനെ താഴ്ത്തി കെട്ടാം, കേരളത്തിനെ എങ്ങനെ താഴ്ത്തി കെട്ടാം, പൊളിറ്റിക്കൽ റീസൺ കൊണ്ടും മതത്തിന്റെ പേരിലൊക്കെ നമ്മൾ ഒരുപാട് താഴ്ത്തി കെട്ടുന്നുണ്ട്. ഇപ്പോൾ വിമാനാപകടം നടന്ന ടൈമിൽ കരിപ്പൂർ എയർപോർട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ആന ബോംബ് പൊട്ടൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ടൈമിന് ഒരുപാട് ക്രിക്കറ്റേഴ്സ്, ഒരുപാട് സെലിബ്രിറ്റീസ് അതിനെതിരെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേരളത്തിന് ഭയങ്കരമായിട്ട് മോശമായിട്ടൊക്കെ പറഞ്ഞ ഒരുപാട് വ്യക്തികളുണ്ട്. അതിന് അനുശോചനം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി ഒരുപാട് കാര്യം ക്രിക്കറ്റേഴ്സ് ഉണ്ട്, സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇത്രയും വലിയ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഇത്രയും ആളുകൾ മരണപ്പെട്ടിട്ട് ഒരാൾ പോലും, ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു റെസ്പോൺസും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് ക്ലിയർലി മനസ്സിലാവും എങ്ങനെ ഇങ്ങനത്തെ പല ദുരന്തങ്ങളും കേരളത്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാര്യമാണ്. നമ്മൾ യങ്സ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇതുപോലത്തെ ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, റെസ്ക്യൂവിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ ആണ്. പക്ഷെ അതിനിടയിൽ കൂടെ ഒരുപാട് ആളുകൾ ഫേക്കായിട്ട് ഒരുപാട് ഭീതി പടർത്താൻ വേണ്ടി ട്രൈ ചെയ്യുക, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതൊരു ട്രെൻഡ് എന്നുള്ള പോലെ ഒരുപാട് ആൾക്കാരുടെ സ്റ്റോറി ഇടുക, സ്റ്റാറ്റസ് ഇടുക, അത് ജെന്യുവിൻ ആണോ, വെരിഫൈഡ് സോഴ്സ് എന്നാണെന്ന് പോലും നോക്കാതെ അതങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. നമ്മളത് യങ്സ്റ്റേഴ്സിന് മാക്സിമം അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അല്ലെ? ഒരുപാട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ന്യൂസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ചാനലുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ പോലെ, ഒരു ദുരന്തം നടക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ പോലെ ആര് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അവർക്ക് ശരിക്കും ഈ ഒരു ആളുടെ സെന്റിമെന്റ്സ് ഒന്നുമല്ല. ഇപ്പൊ നമ്മുടെ ശിരൂര് ലോറി, അവിടെ ഒരു ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ലോറിയിൽ പെട്ട അർജുൻ്റെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളം മൊത്തം ഭയങ്കരമായിട്ട് വെറിയഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അർജുൻ്റെ മോൻ്റെ അടുത്ത് പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് പപ്പ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ആ കുട്ടീൻ്റെ മാനസികാവസ്ഥ ഒന്നുമല്ല, ഇവർക്ക് കിട്ടേണ്ടത് എന്താ പറയുക, ന്യൂസ് എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടണം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ ഈ ദുരിതം അനുഭവിച്ച് ഓൾറെഡി വിഷമിച്ചിരിക്കുന്ന ആളുകളെ പിന്നെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. ഇനി തിരൂരുണ്ടായ വോട്ട് പറഞ്ഞ ആ ഒരു സംഭവം കുറെ പ്രെഡിക്ഷൻസ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഓവർലോഡ് കാര്യങ്ങളൊക്കെ ബോട്ടിൽ നടക്കുന്നത് കാരണം കേരളത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ പ്രൊഡിക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ബോട്ട് അങ്ങനെ ആക്സിഡന്റിന് ശേഷമാണ് ആ ഒരു കാര്യം പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ ഒരു വയനാട് നടന്ന ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ചും ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷമാണ് ആളുകൾക്കിടയിൽ ഭയങ്കരമായിട്ട് അത് സ്പ്രെഡ് ചെയ്യാൻ വരുന്നത്. അതിന് മുൻപൊന്നും ആരും അതിനെക്കുറിച്ച് അത്ര ബോധേഡായിരുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് അത് അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കേരളം ഉച്ചിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു ഇഷ്യൂ ആണ്. അതിനുവേണ്ടി ആ ഒരു കേസ് വാദിച്ച അഡ്വക്കേറ്റ്സിന്റെ അതുപോലെ തന്നെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അതിനെതിരെ പെറ്റീഷൻ സൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷമാണ് മുല്ലപ്പെരിയാർ ഡാമിന് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, എത്രത്തോളം ദുരന്തം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയൊരു കാര്യം എല്ലാവരും മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്, നടക്കും, എന്താണ് ഗവൺമെന്റിന്റെ റെസ്പോൺസ് ഉണ്ടാവാന്നുള്ളത്. കേരളത്തിൽ എന്തുകൊണ്ട് പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും വീണ്ടും വരുന്ന എന്ന ചോദ്യത്തിന് എൻവയോൺമെന്റലിസ്റ്റുകളൊക്കെ പറയുന്നത് എന്താണ്, ഡീഫോറസ്റ്റേഷൻ, അൺപ്ലാൻഡ് കൺസ്ട്രക്ഷൻ ഒക്കെ കാരണമാണ് വരുന്നത്. അപ്പം ലാൻഡ് ഡീസ്റ്റെബിലൈസ്ഡ് ആവുന്നു. അങ്ങനെ ഈ പ്രളയങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഒക്കെ ഉള്ള ചാൻസ് കൂടുകയാണ്. പിന്നെ അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ട് നമ്മൾ നിലവിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ലായിരുന്നല്ലോ എന്നാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 2010 ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനായിട്ട് തയ്യാറാക്കാനായിട്ട് ഒരു കമ്മിറ്റീനെ രൂപീകരിക്കുകയാണ്. അപ്പോൾ ആ കമ്മിറ്റീനെ ഹെഡ് ചെയ്ത ആളാണ് പ്രൊഫസർ
തയ്യാറാക്കി. അപ്പം എന്താണ് ഈ ടീം കൊടുത്ത ടൈമിനുള്ളിൽ ഇത് പൂർത്തീകരിക്കുകയാണ്. എന്നിട്ട് ഈ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കുകയാണ്. പക്ഷെ ഗവൺമെന്റ് ഇത് പുറത്ത് വിടുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ കുറെ ആൾക്കാർ ഇതിനെ ചോദ്യം ചെയ്ത് എന്തുകൊണ്ടാണ് പുറത്ത് വിടാഞ്ഞത്. അങ്ങനെ കുറെ പ്രൊട്ടസ്റ്റിനൊക്കെ ശേഷം ഡൽഹി ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം ഈ റിപ്പോർട്ട് പുറത്തു വിട്ട ശേഷം എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വെസ്റ്റേൺ ഗട്ട്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടായിരുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞത്. എങ്ങനെ വെസ്റ്റേൺ ഗട്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ വെസ്റ്റേൺ ഗട്ട് എന്ന് വെച്ചാൽ 100% ഒരു എക്കോ സെൻസിറ്റീവ് ഏരിയ ആണ്. അതായത് നമ്മൾ അതിന് കൂടുതലായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ എക്കോ സെൻസിറ്റീവ് ഏരിയനെ 3 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എക്കോ സെൻസിറ്റീവ് സോൺ 1, എക്കോ സെൻസിറ്റീവ് സോൺ 2, എക്കോ സെൻസിറ്റീവ് സോൺ 3. അപ്പം ഈ എക്കോ സെൻസിറ്റീവ് സോൺ 1 എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. എക്കോ സെൻസിറ്റീവ് സോൺ 2 എന്ന് പറയുന്നത് നമ്മൾ അതിലും കുറച്ച് എഫേർട്ട് ഇട്ട് മാത്രം പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. എക്കോ സെൻസിറ്റീവ് 3 എന്ന് വെച്ചാൽ നമ്മൾ വളരെ കുറച്ച് എഫേർട്ട് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. പിന്നെ ഇതിൽ ഈ 3 സോണിലും എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് വരുത്തണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞത്. അപ്പം മൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മൈനിങ്ങും ക്വാറിങ്ങും ഒക്കെ സോൺ 1ലും സോൺ 2ലും ന്യൂ മൈനിങ് ഒന്നും പാടില്ല, എന്താണ് പൂർണ്ണമായി നിർത്തണം. ഇപ്പം നിലവിലുണ്ടെങ്കിൽ തന്നെ 5 കൊല്ലത്തിനുള്ളിൽ അത് നിർത്തണം എന്ന് പറഞ്ഞു. പിന്നെ എക്കോ സെൻസിറ്റീവ് സോൺ 3ൽ പറഞ്ഞത് ന്യൂ മൈനിങ് ഒക്കെ ചെയ്യാം, പക്ഷേ ന്യൂ മിനറൽസിന് റെയർ ആയി കാണുന്ന മിനറൽസ് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ മൈനിങ് പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പ്ലാസ്റ്റിക് നമ്മൾ ഈ 3 സോണിലും പൂർണ്ണമായി നിർത്തണം, ഉണ്ടെങ്കിൽ തന്നെ പതുക്കെ ഉപയോഗങ്ങൾ കുറച്ച് വരണം എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞത് ഹൈവേസ് ഒന്നും ഈ സോൺ 1ലും സോൺ 2ലും പാടില്ല, അത്യാവശ്യ യാത്രികൾക്കുമൊക്കെ റോഡൊക്കെ പണിയാന്ന് പറഞ്ഞു. പിന്നെ എക്കോ സെൻസിറ്റീവ് സോൺ 3ൽ നാഷണൽ ഹൈവേസ് ഒക്കെ പണിയാന്ന് പറഞ്ഞു. പിന്നെ പവർ ഓർ ഇലക്ട്രിസിറ്റിനെ കുറിച്ച് പറഞ്ഞത് സോൺ 1ലും സോൺ 2ലും ഹൈ ഡാംസ് ഒന്നും പണിയാൻ പാടില്ല. സോൺ 1ൽ 3 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഡാംസ് ഒന്നും പണിയാൻ പാടില്ല. പിന്നെ സോൺ 2ൽ 15 മീറ്ററിന്റെ കൂടുതൽ ഉയരമുള്ള ഡാംസ് ഒന്നും പണിയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ സോൺ 3ൽ എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ കൂടുതൽ കൺസേൺഡ് ആയത് അഗ്രികൾച്ചറിനെയും ലൈവ്ലിഹുഡിനൊക്കെ കുറിച്ച് ഓർത്തായിരുന്നു. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് 6 സ്റ്റേറ്റ്സിലൂടെയാണ് പോകുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കേരള, കർണാടക, തമിഴ്നാട്. അപ്പോൾ ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സംഭവമാണ്. കാരണം ഈ തമിഴ്നാട്ടിൽ നിന്ന് ഡ്രോട്ടൊന്നും ഈ കേരളത്തിലേക്ക് വരാണ്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഈ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. പിന്നെ നമ്മൾ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒക്കെ തീരുമാനിക്കുന്നത് ഈ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അപ്പം അപ്പം അഗ്രികൾച്ചറിനൊക്കെ കുറിച്ച് പറഞ്ഞത് ഈ വെസ്റ്റേൺ ഗട്ട്സ് മൊത്തത്തിൽ മോണോ കൾച്ചർ ഒഴിവാക്കണം, ബയോഡൈവേഴ്സിറ്റി കൾച്ചർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പിന്നെ ഫുൾ ഓർഗാനിക് ഫാമിംഗ് വേണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് 30 ഡിഗ്രിയിൽ കൂടുതൽ സ്ലോപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആനുവൽ കൃഷിന് പകരം കുറച്ച് ലോങ് ടേം കൃഷി ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഫോറസ്റ്റ് ലാൻഡ് ഫോറസ്റ്റിന് മാത്രമായി ഉപയോഗിക്കണം, അഗ്രികൾച്ചർ ലാൻഡ് അഗ്രികൾച്ചറിന് മാത്രമായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ലൈവ്ലിഹുഡിനെ കുറിച്ച് പറഞ്ഞത് സിമെന്റുകളുടെയും കമ്പികളുടെയും ഒക്കെ ഉപയോഗങ്ങൾ കുറച്ചിട്ട് നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് വീടുകളും ബിൽഡിങ്ങുകളൊക്കെ പണിയണം എന്ന് പറഞ്ഞു. പിന്നെ അപ്പം ഇത് ഈ റിപ്പോർട്ടിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ റൂൾസും ചെയ്യണം എന്നല്ല, പക്ഷെ ആൾക്കാർക്കും ഗവൺമെന്റിനും രണ്ടുപേർക്കും ആക്സെപ്റ്റബിൾ ആയ കാര്യങ്ങൾ രണ്ടുപേരുടെയും കൺസെന്റോട് കൂടി നിലവിൽ വരുത്താമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ പിന്നെ പറഞ്ഞത് ഇത് ഇംഗ്ലീഷിൽ എഴുതിയൊരു 552 പേജസ് ഉള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട്. അപ്പം ഇത് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും അവരുടേതായ ലോക്കൽ ലാംഗ്വേജസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് ഇവരുടെ കൺസെന്റോട് കൂടി ഓരോ റൂൾസും നിയമവും കൊണ്ടുവരാനാണ് പറഞ്ഞത്. അങ്ങനെ ഇതിൽ കുറേ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ കുറേ പ്രൊട്ടസ്റ്റ് ഒക്കെ അതിനെതിരെ വന്നു. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇവർ ആതിരപ്പള്ളി പോലുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം പോയിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ അവർ സയന്റിഫിക് അതായത് പ്രീവിയസ് സയന്റിഫിക് ഇൻഫർമേഷൻസ് എന്നാണ് എടുത്തത്. പിന്നെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആൾക്കാരുടെ ലൈവ്ലിഹുഡിനെ കുറിച്ച് ഇവരെ അധികം പറയുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് വന്നു. പിന്നെ ഗവൺമെന്റും ആൾക്കാരും
ഒരുമിച്ച് ഒരുമിച്ച് അവർക്ക് ഒരേ കൺസെന്റ് ഉള്ള സംഭവമാണ് മൈനിങ്ങും ക്വാറിങ്ങും ഒക്കെ നിർത്തുക. പക്ഷെ ഇതറിഞ്ഞ വലിയ വലിയ ലോബികളും മാഫിയകൾക്ക് അവരുടെ ബിസിനസ്സാണിത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഫേക്ക് ന്യൂസസ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അൺഎഡ്യൂക്കേറ്റഡ് ആയ ഇവരത് വിശ്വസിച്ചു. ഇവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് കാരണം ഇവരുടെ അഗ്രികൾച്ചർ ഫുള്ളായി നശിക്കും, ഇവരുടെ ജീവിതമാർഗം നശിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടി ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ നിലവിൽ വന്നില്ല. അപ്പോൾ ഗവൺമെന്റ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് പഠിച്ചിട്ട് വേറൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് വേറൊരു കമ്മിറ്റീനെ രൂപീകരിച്ചു. ആ കമ്മിറ്റീന്റെ പേരാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അതായത് ഈ റിപ്പോർട്ടിനെ ഹെഡ് ചെയ്ത ആളാണ് കെ കസ്തൂരി രംഗൻ. അങ്ങനെ ഇവരെന്ന് പറഞ്ഞാൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വെള്ളം ചേർത്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സിന് 37% മാത്രമാണ് എക്കോ സെൻസിറ്റീവ് ഏരിയ. പിന്നെ അങ്ങനെ എല്ലാ റെസ്ട്രിക്ഷനും ഇവർ ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഈ ലോബികളൊക്കെ ഇടപെട്ട് ഇതും നടന്നില്ല. അങ്ങനെ കേരള ഗവൺമെന്റ് കുറച്ച് കാലത്തിന് ശേഷം വുമൻ കമ്മിറ്റി ഫോം ചെയ്യാണ്. എന്നിട്ട് അതും ഈ ലോബികളൊക്കെ കാരണം അതും നശിച്ചു. അപ്പോൾ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ലോബികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസും പിന്നെ ഓർഗനൈസേഷൻസ് ഒക്കെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും അവരുടെ ലാംഗ്വേജിലേക്ക് ഇത് തർജ്ജിമ ചെയ്ത് പോയിന്റ്സ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആൾക്കാരിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക, ലോക്കൽ പീപ്പിളിന് മനസ്സിലാക്കി കൊടുക്കുക, ഇതിന്റെ ഇന്റൻസ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടുപേരുടെയും കൺസെന്റോട് കൂടി അവർക്ക് പറ്റുന്ന സംഭവങ്ങൾ നടപ്പിൽ വരുത്തുക. ദുരന്തമുഖത്ത് ഇത്തരം ചർച്ചകൾ ഉയരുന്നത് ഒട്ടനവധി. ഇത് കെട്ടാറുമ്പോൾ മറ്റെന്തെങ്കിലുമായി മീഡിയകൾ പിന്നെയും വരും. സത്യമെന്നോ വ്യക്തമെന്നോ തിരിച്ചറിയാതെ ജനങ്ങൾ ഇവയെല്ലാം അപ്പാടെ വിഴുങ്ങുന്നു. റിപ്പോർട്ടുകൾ ഒട്ടനവധിയുണ്ട്. അവയുടെ എല്ലാം പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് റിപ്പോർട്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്ത മനുഷ്യർ ഇപ്പോഴുമുണ്ട്. അവരിലേക്ക് കൃത്യമായി എത്തിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. വ്യക്തമായി പഠിച്ച് അതെന്തെന്ന് മനസ്സിലാക്കി സർക്കാരും ജനങ്ങളും തീരുമാനമെടുക്കുക. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു ചർച്ചയുമായി.